ബിസിനസ് സംബന്ധിച്ച് ഒരു 30-40% ബിസിനസ്സേ ഞാൻ ഇപ്പം തന്നെ കാണുന്നുള്ളൂ. ഒരു ആദ്യം കിട്ടേണ്ടിയിരുന്ന കിട്ടില്ല. ഒരു എക്സലന്റ് എക്സാമ്പിളാണ് എമ്പുരാൻ. ഭയങ്കര ഹൈപ്പി വന്ന പടമാണ്, പക്ഷെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു. പക്ഷെ ആ പടം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഓടിയില്ല. ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ അതൊരു പ്രതീക്ഷിച്ച രീതിയിൽ അതിൻ്റെ ഒരു കോസ്റ്റ് അനുസരിച്ച് അത് പ്രൊഡ്യൂസേഴ്സ് നഷ്ടം വരുന്നത്. യൂഷ്വലി പറയാറുണ്ട്, ഒരു മോഹൻലാൽ സിനിമയോടെ റിലീസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് റിവ്യൂ ആണെങ്കിൽ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും വന്ന് കാണും. കേരളത്തിലുള്ള ഒരു വലിയ മാസീവ് ഓപ്പണിംഗ് ആണ്, വലിയ സെലിബ്രേഷനാണ്. ഒരു ഓവർസീസ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഇപ്പം പുലിമുരുകൻ, ലൂസിഫർ, എമ്പുരാൻ അടക്കം വലിയ സിനിമകളെല്ലാം അവിടെ ഹിറ്റായി. ഒരു മോഹൻലാൽ സിനിമ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു ഓവർസീസ് മാർക്കറ്റ് ഒരു ഓപ്പണപ്പ് ആവുന്നത്? അവിടുത്തെ ഒരു സെലിബ്രേഷൻ, അവിടുത്തെ ഒരു എൻക്വയറീസ് ഒക്കെ എങ്ങനെയാണ്? അല്ല, ഇത് മോഹൻലാൽ സിനിമ മാത്രമല്ല. ഇപ്പം ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്തത് ഒരു കോടി രൂപയുടെ അടുത്ത് 10 കോടി രൂപയുടെ അടുത്ത് കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതാണ് 2018 കളക്ട് ചെയ്തു. പിന്നെ മഞ്ഞുമേൽ ബോയ്സ് കളക്ട് ചെയ്തു. അപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം പടം നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ വന്ന് കാണും. അത് മോഹൻലാൽ സിനിമ ആയിരിക്കണം നിർബന്ധമില്ല. ഇപ്പം ലോക ആൾക്കാരെല്ലാവരും വന്ന് കണ്ട പടമാണ്. പക്ഷേ എമ്പുരാനാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് അതുപോലെ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഇപ്പം ദൃശ്യം രണ്ടാമത് കളക്ട് ചെയ്തത് നന്നായിട്ട് കളക്ട് ചെയ്തൊരു പടമാണ്. അപ്പോൾ മോഹൻലാൽ പടങ്ങൾ ആരെങ്കിലും നിർബന്ധം ഇപ്പം നല്ലതാണെങ്കിൽ ആൾക്കാർ വരും. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു സ്റ്റാർഡം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ആൾക്കാർ വരും. ഇപ്പോൾ ഒരു പോസ്റ്റ് കോവിഡിന് ശേഷം, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമകൾക്ക് ഈ റിസപ്ഷൻ വലിയ രീതിയിൽ വരുന്നു. ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയിൽ മലയാള സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? മീൻസ് കണ്ടന്റ് വൈസ് ആയിക്കോട്ടെ, എങ്ങനെയാണ് അതിൻ്റെ മലയാള സിനിമയ്ക്ക് വന്നൊരു? എനിക്കൊന്ന് ഇപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഇപ്പം തിയേറ്ററിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ പോസ്റ്റ് കോവിഡിന് ശേഷം നമ്മൾ പറഞ്ഞായിരുന്നു, ആൾക്കാർ ഇനിയിപ്പം വലിയ സിനിമകൾക്ക് മാത്രമേ ആൾക്കാർ വരുള്ളൂ, ചെറിയ സിനിമകൾ മിക്കവാറും തിയേറ്റർ റിലീസിൽ OTT റിലീസ് ആയിരിക്കും കൂടുതൽ. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം നല്ല പടങ്ങളാണെങ്കിൽ ആൾക്കാരെല്ലാം, പ്രത്യേകിച്ച് ഒരു 2-3 നല്ല പടങ്ങൾ കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മളെ നല്ല ഗുണം ചെയ്യും. കാരണം എന്താ വെച്ചാൽ അടുത്ത ഒരു 2-3 പടങ്ങൾ കാണാൻ ആൾക്കാർ നമുക്കൊരു ഹാബിറ്റായി. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 2024 ഏറ്റവും കൂടുതൽ എല്ലാ മാസവും ഹിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു 5-6 മാസം കണ്ടിന്യൂ ഏത് പടം എടുത്താലും നമുക്ക് ഭയങ്കരമായിട്ട് ആൾ വരുമായിരുന്നു. പിന്നെ അതങ്ങ് പതുക്കെ സ്ലോ ഡൗൺ ആയി. ആൾക്കാർ പടം മോശമാണെങ്കിൽ വരാറായി. 2025 എനിക്കൊന്ന് തുടക്കം ഒന്ന് സ്ലോ ആയിരുന്നു. 2025 ആദ്യത്തെ 2 എനിക്ക് ഇപ്പോൾ രേഖാചിത്രം ഉണ്ടായിരുന്നു, പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, അങ്ങനെ കുറച്ച് പടങ്ങൾ ഭയങ്കര ഹിറ്റ്. 2024 ഉണ്ടായിരുന്ന ഒരു ജമ്പ് ഇല്ലായിരുന്നല്ലോ. ഇല്ലില്ല, ചൂട്. അപ്പോൾ അന്നാണല്ലോ മഞ്ഞുമേൽ ബോയ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ 2024. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് വർക്കായ പടങ്ങളാണ്. ഈ ക്ലാഷ് റിലീസ് വരുന്ന സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ആവേശവും നിങ്ങൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ പറഞ്ഞ 2024 ഈ പടങ്ങൾ വരുന്നത്. അതിന് മുമ്പേ ആടുജീവിതം വരുന്നു മാർച്ച് എൻഡിൽ. ഇത്തരം ഈ ക്ലാഷ് റിലീസുകൾ വരുന്നു. ഈ 3 പടങ്ങളും വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. 3 പടങ്ങൾക്കും ഒരു 3 രീതിയിലുള്ളൊരു ഓഡിയൻസ് ഉണ്ടാവുന്നു. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് തിയേറ്റർ അടക്കം? ക്ലാഷ് റിലീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ കളക്ഷൻ നമ്മളെ എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഒത്തിരി ആൾക്കാർ ചെയ്യുന്നതിനാ, ഇപ്പോൾ ആൾക്കാർ മുൻകൂർ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അവർ ഏതാണ് ബെസ്റ്റ് പടം അത് പോയി കാണും. അപ്പം ആദ്യം ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ റിവ്യൂ ഇറങ്ങിക്കഴിഞ്ഞാൽ അരമണിക്കൂറിന് റിവ്യൂ വരും. അത് നമ്മൾ ഇവിടുത്തെ ഒരു PR മാർക്കറ്റിംഗ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അങ്ങോട്ട് വരുന്നത്. അപ്പം അവരുടെ ഇത് കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ 2 പടം ചെയ്യുവാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 2 പടത്തിന് ആവശ്യത്തിനുള്ള സ്ക്രീൻ കിട്ടാറില്ല. അപ്പോൾ അവർ തന്നെ ചോദിക്കും, തിയേറ്ററിൽ ചോദിക്കും ഏത് പടമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും പടത്തിൻ്റെ പേര് പറഞ്ഞു, ഇപ്പോൾ ഇന്ന പടങ്ങൾ. അപ്പോൾ അവർ ആദ്യം അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് ചാർട്ട് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കളക്ഷനെ തീർച്ചയായിട്ടും ബാധിക്കും. പിന്നെ നല്ല പടമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 പടമുണ്ട്, നമ്മൾ ഒരു പടം നന്നായിട്ട് ചാർട്ട് ചെയ്തു, പക്ഷേ സെക്കൻഡ് പടം കുറച്ച് സ്ക്രീൻസ് കുറവാണെങ്കിൽ ആ പടം നല്ലതാണെങ്കിൽ 2ാം ആഴ്ച പിക്ക് ചെയ്യും. രണ്ടിനും ഒരു ഈക്വൽ കൗണ്ടിലിംഗ്. പക്ഷെ 2 പടങ്ങളും കാണാൻ ആൾക്കാർ ഉണ്ടാവില്ല. കാരണം ഒരു നല്ല പടത്തിനാണ് ആൾക്കാർ സാധാരണ പോകുന്നത്. 2 പടം നല്ലതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നേരത്തെ പറഞ്ഞല്ലോ ഒരു പുലിമുരുകൻ, ലൂസിഫർ എന്നൊക്കെ പറയുന്നത് ഒരു പ്രീ കോവിഡ് ടൈം ആയിരുന്നല്ലോ. ഈ കോവിഡ് വരുന്ന സമയത്ത് ഈ പറയുന്ന മലയാള സിനിമ മൊത്തത്തിലും എല്ലായിടത്തും സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു സ്റ്റക്കായി നിന്ന അവസ്ഥയായിരുന്നു. അന്ന് RFT ഫിലിംസ് എങ്ങനെയാണ് അതിനെ ഒന്ന് തരണം ചെയ്തും, അല്ലെങ്കിൽ ആ ഒരു കോവിഡ് പീരീഡ് എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? കോവിഡ് പീരീഡ് പടങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രീസ്റ്റ് ആയിരുന്നു ആദ്യം വന്നൊരു പടം. അന്ന് പകുതി UK പ്രീസ്റ്റ് റിലീസ് ചെയ്തില്ല. ബാക്കി ഞങ്ങൾ ഓവർസീസും ഞങ്ങളുടെ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മാത്രം ചെയ്യാൻ പറ്റില്ല. UK ഇല്ലായിരുന്നു. ഓസ്ട്രേലിയ കളിച്ചിരുന്നു, കാനഡയിലുണ്ടായിരുന്നു. പക്ഷേ UK ഓപ്പൺ ആയില്ല. UK ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ
ദുൽഖറിൻ്റെ പടമായിരുന്നു, മറ്റേ ഏതാ, കിങ് അല്ലല്ല, നമ്മുടെ സല്യൂട്ടിന് മുമ്പത്തെ പടം, മറ്റേ ഒരു പടം ഉണ്ടായിരുന്നു, ആ പടമായിരുന്നു ആദ്യം വന്നത്. അത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സക്സസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറുപ്പ്, യെസ്, കുറുപ്പ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തൊരു പടം. എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിലും നല്ല ഓപ്പണിംഗ് ആയിരുന്നു. അത് അന്ന് ഫുൾ ഓക്യുപ്പൈഡ് അല്ലായിരുന്നു തോന്നുന്നു, അല്ലല്ല, ഫുൾ 50% എന്നിട്ടും അത് നന്നായിട്ട്, കാരണം ആൾക്കാരെല്ലാം വളരെ ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സാധനം വരുന്നു, ഇത് ഓപ്പൺ ആകുന്നു, അപ്പോൾ എല്ലാവരും കൂടെ ഒത്തിരി പേര് ആ പടം കാണാൻ പോയി. ഭയങ്കരമായിട്ടൊരു നല്ല ഓപ്പണിംഗ് ഒന്നൊരു പടമായിരുന്നു. ഇപ്പം വിതരണം, ഒരു സിനിമ വിതരണത്തിന് എടുക്കുക, ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ 2 ഭാഗമുണ്ടല്ലോ, ലാഭവും നഷ്ടവും ഉണ്ട്. വലിയ പ്രതീക്ഷയിൽ വരുന്ന വമ്പൻ സിനിമകൾ പലപ്പോഴും നിലം തൊടാതെ പോയിട്ടുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അതേസമയം ചെറിയ സിനിമകൾ സർപ്രൈസായി മാറാറുണ്ട്. ഇപ്പം RFT ഫിലിംസിനെ സംബന്ധിച്ചോളം അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടോ? മീൻസ് വലിയ ഹൈപ്പിൽ വന്ന് വലിയ തുകയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ വലിയ രീതിയിൽ പോകാത്ത അങ്ങനെ? ഇപ്പം 90% പടങ്ങളും ഇപ്പം എന്നോടൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ്. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ഒരു ഗ്യാമ്പിളിംഗ് ആണ്. അതായത് നമുക്ക് 90% മൂവികൾ നമുക്ക് ഫെയിലാണ്, 10% ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ബ്രേക്ക് ഈവൻ ആകുന്ന പടങ്ങളുള്ളൂ. അല്ലാത്ത 5% ആണ് നമുക്ക് പൈസ കിട്ടുന്ന പടങ്ങളുള്ളൂ. അപ്പോൾ ബാക്കി 5% നമ്മൾ ഓക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 80% പടങ്ങളും, ഇപ്പം ഒരു എക്സലൻ്റ് എക്സാമ്പിളാണ് എമ്പുരാൻ. ഭയങ്കര ഹൈപ്പി വന്ന പടമാണ്, പക്ഷേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു. പക്ഷേ ആ പടം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഓടിയില്ല. ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ അതൊരു പ്രതീക്ഷിച്ച രീതിയിൽ അതിൻ്റെ ഒരു കോസ്റ്റ് അനുസരിച്ച് അത് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം വരുന്നത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ലാഭമായിരുന്നു, പക്ഷേ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമായിരുന്നു, കാരണം അതിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിരുന്നു. അപ്പം അങ്ങനെ അത് കളക്ട് ചെയ്യേണ്ട രീതിയിൽ അത് കളക്ട് ചെയ്തില്ല. അപ്പോൾ അതൊരു നല്ല പടമായി അയച്ചുകൂടി നന്നായിട്ട് ഓടുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പടമായി മാറിയേനെ. കാരണം ഇപ്പുറത്ത് അതിന് പിന്നാലെ വന്ന് തുടരും പോലും എമ്പുരാനെ ഭയങ്കര രീതിയിൽ ബ്രേക്ക് ചെയ്ത്. അത് നാട്ടിൽ കേരളത്തിൽ അത് തുടരുമാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത്, പക്ഷേ ഓവർസീസിൽ എമ്പുരാൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ ചെറിയ സിനിമകളുടെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ പ്രകമ്പനം അല്ലെങ്കിൽ മോഹിനിയാട്ടം, മധുവിധു പോലുള്ള ചെറിയ സിനിമകൾ ഈ പറഞ്ഞ പോലെ ഒരു ഹൈപ്പോ അങ്ങനെ ഒന്നും ഇല്ലാതെ വന്ന് ഭയങ്കര രീതിയിൽ ഹിറ്റായ പടങ്ങളാണ്. അതെങ്ങനെയാണ് ഓവർസീസിൽ വരുമ്പോൾ? ഇപ്പോൾ കേരളത്തിൽ അത് വേർഡ് ഓഫ് മൗത്ത് വഴി പിക്കപ്പ് ചെയ്ത് പതിയെ കയറുന്നു. ഓവർസീസ് മാർക്കറ്റിൽ അത്തരം ഈ ചെറിയ സിനിമകൾക്കുള്ളൊരു ഒരു സ്വീകാര്യത എങ്ങനെയാണ്? പടം നല്ലതാണെങ്കിൽ ആൾക്കാർ വരും, പക്ഷേ ഒരു ഇനിഷ്യൽ ജമ്പ് ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം ഈ സാധാരണ അങ്ങനത്തെ പടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് ആൾ വരും. പ്രത്യേകിച്ച് പുറത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫ്രൈഡേ ഓപ്പൺ ചെയ്യും, ഫ്രൈഡേ സാറ്റർഡേ സൺഡേയിൽ ആൾ വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഹോൾഡ് ഓവേഴ്സ് ഇല്ല. അപ്പോൾ അവരെടുത്ത് മാറ്റും തിയേറ്ററിൽ. അത് ഒരാഴ്ച ഉണ്ടാവും, പക്ഷെ അത് കണ്ട് എടുത്ത് മാറ്റും. അപ്പം ഇപ്പം ആൾക്കാർ പറഞ്ഞു കേട്ട് വരാൻ ചിലപ്പം കുറച്ച് സമയം എടുക്കും. ഇപ്പം ഭയങ്കര വലിയ പടങ്ങളാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ആൾക്കാർക്ക് അറിയാം ഇന്നൊരു പടം വരുന്നുണ്ട്, അപ്പം നല്ലതാണെങ്കിൽ അവർ ആ ആഴ്ച തന്നെ കാണാൻ നോക്കും. ചെറിയ പടങ്ങളാണെങ്കിൽ അവർ ഓക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാണാമല്ലോ. വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് സമയം, ചെറിയ പടങ്ങൾക്ക് അങ്ങനെ കുഴപ്പമുണ്ട്, കുറച്ച് സമയം എടുക്കും വരാൻ. പക്ഷേ എങ്കിലും പടം നല്ലതാണെങ്കിൽ അവർ ആൾക്കാർ വന്ന് കാണും. ഈ പ്രകമ്പനം ഞങ്ങൾ ചെയ്ത പടമാണ്, ഞാൻ കണ്ടിട്ടെടുത്ത പടമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു, പക്ഷേ നന്നായിട്ട് പോവുകയും ചെയ്തു. ഇപ്പം 2025 സംബന്ധിച്ച് ഈ പറയുന്ന പോലെ പ്രകമ്പനം അടക്കം, ഈ പറയുന്ന മോഹിനിയാട്ടം അടക്കം, വാഴാറ്റം അടക്കം പല ചെറിയ സിനിമകൾ വിജയിക്കുന്നു. അതിനൊപ്പം തന്നെ ദൃശ്യം 3 പോലുള്ള വലിയ സ്റ്റാർ സിനിമകളും വിജയിക്കുന്നു. എങ്ങനെയാണ് സോഫാർ 2025 എങ്ങനെയാണ് RFT ഫിലിംസിന്? 2020 വലിയ പടങ്ങൾ, നല്ല കുറച്ച് പടങ്ങളുണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ ദൃശ്യം ഉണ്ടായിരുന്നു, എനിക്ക് പ്രകമ്പനം വന്നു, പിന്നെ വേറെ ഏതാണ് ഈ പടങ്ങൾ ഈ അടുത്ത എനിക്ക് ഈ ആഴ്ചയൊക്കെ പടങ്ങളുണ്ട്. പിന്നെ ഇവൻ ജനനായകനുണ്ട് എനിക്ക്. ഞാൻ ജനനായകൻ ജനുവരി ഞാൻ ചാർട്ട് ചെയ്താണ്. അപ്പോൾ ജനനായകൻ്റെ കാര്യം ഒന്ന് എടുത്ത് ചോദിക്കണം. കാരണം വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്നൊരു സിനിമ, അത് പല കാരണങ്ങൾ കൊണ്ടും അത് നീട്ടിപ്പോയി. അപ്പോൾ എങ്ങനെയാണ് ജനനായകൻ്റെ റിലീസ് കൺഫേം ആണോ? അത് നമുക്ക് 24th ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 24th ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അവർ സെൻസർ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനുള്ള ചെയ്യുന്നുണ്ട്. എന്താണ് ജനനായകൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ്? ജനനായകൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് പടമായതുകൊണ്ട് ആ ജനുവരിയിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ മാറ്റിവെച്ചപ്പോൾ CM ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ആഴ്ചയിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചു, ഇറങ്ങിയില്ല. പിന്നെ പടം ലീക്കായി. അപ്പോൾ ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ പടമുണ്ട്. പക്ഷേ എങ്കിലും ഹാർഡ് കോർ ഫാൻസ് എല്ലാം ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണും. പിന്നെ ഒരു ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് എല്ലാവരും കാണുമായിരുന്നു പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു ബിസിനസ് സംബന്ധിച്ച് ഒരു 30 to 40% ബിസിനസ്സേ ഞാനിപ്പോൾ തന്നെ കാണുന്നുള്ളൂ.
ഒരു ആദ്യം കിട്ടേണ്ടിയിരുന്ന ഒരു ഒരു full കിട്ടില്ല. കിട്ടില്ല.